ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പരാതികൾക്ക് പിന്നിൽ പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ഗൂഢാലോചന, പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്കെതിരായ ബലാത്സംഗ പരാതികൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ഗൂഢാലോചനയെന്നും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. അതിജീവിതമാരെ രാഹുൽ വെല്ലുവിളിച്ചു. മുഴുവൻ ചാറ്റുകൾ പുറത്തുവിടണം എന്നാണ് ആവശ്യം. ഒളിച്ചോടില്ലെന്നും കേസുകളെ സധൈര്യം നേരിടും എന്നുമാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷമുള്ള ആദ്യ പ്രതികരണം. ലൈംഗിക പീഡന പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ആദ്യമായാണ് പ്രതികരണം. തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമെന്നും പുറത്തുവരുന്നത് ചാറ്റുകളിലെ ചെറിയ ഭാഗങ്ങൾ മാത്രമെന്നും പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പരാതികൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. തന്നെക്കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ താൽപര്യമോ ഇല്ലാതെ ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അത്തരം ധാർമ്മികതകളൊക്കെ വച്ചു പുലർത്തുന്നു. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ട്. ജയിലിൽ കിടത്തിയേ അടങ്ങൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടായത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കൊല്ലത്ത് 9 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായി ടൂറിസ്റ്റ് ബസ്സിലെ ക്ലീനർ അറസ്റ്റിൽ. കൊല്ലം കടക്കലിൽ 9 വയസ്സുകാരൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായി. സംഭവത്തിൽ ടൂറിസ്റ്റ് ബസ് ജീവനക്കാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. കടക്കൽ കാറ്റാടിമൂട് സ്വദേശി 50 വയസ്സുകാരൻ റജിയാണ് അറസ്റ്റിലായത്. ടൂറിസ്റ്റ് ബസ്സിലെ ക്ലീനറാണ് റജി. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊല്ലത്ത് വിവാഹത്തിന് പോയി തിരികെ വരുന്നതിനിടയിൽ റജി കുട്ടിയെ ബസ്സിനുള്ളിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു. തുടർന്ന് കുട്ടി അമ്മയോട് പീഡന വിവരം പറഞ്ഞു. മാതാപിതാക്കൾ കടക്കൽ പോലീസിൽ നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വികസന മുന്നേറ്റ ജാഥകളുമായി LDF. UDFന്റെ പുതുയുഗ യാത്രയും ഉടൻ. തിരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനം. തിരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. തിരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കുവാൻ രാഷ്ട്രീയ പ്രചരണ ജാഥയോടെയാണ് തിരഞ്ഞെടുപ്പ് ഗോധയിലേക്കുള്ള ആദ്യ പ്രവേശനം. പതിവിന് വിപരീതമായി 3 മേഖലകൾ തിരിച്ചുള്ള ജാഥയുമായാണ് ഇടതുമുന്നണിയുടെ നീക്കം. സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം LDF യോഗത്തിൽ വിവിധ ഘടകകക്ഷി നേതാക്കൾ വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് വികസന ജാഥകൾ നടത്തുവാൻ മുന്നണി യോഗം തീരുമാനം കൈക്കൊണ്ടത്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. ബിനു ചുള്ളിയലിനെതിരെ പരാതി നൽകി മന്ത്രി സജി ചെറിയാൻ. മന്ത്രി സജി ചെറിയാനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയലിനെതിരെ ചെങ്ങന്നൂർ പോലീസിൽ മന്ത്രി പരാതി നൽകി. ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് യോഗത്തിലാണ് ബിനു ആരോപണം ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് മന്ത്രി നൽകിയ പരാതിയിൽ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചു. നിയമവിരുദ്ധരുമായി ആലോചിച്ച് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തനിക്കെതിരെ ബിനു നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് സജി ചെറിയാൻ പറയുന്നു. വിദ്വേഷം പടർത്തുന്ന പ്രസംഗത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ മമതാ ബാനർജി. യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ഇടഞ്ഞ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്കിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് മമതാ ബാനർജി യോഗം ബഹിഷ്കരിച്ചിറങ്ങി. വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്കൊപ്പമാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയത്. ഇത്രയും അഹങ്കാരിയും നുണയനുമായ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് BJPയുടെ IT സെല്ലായെന്നും വിമർശനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ത്രീവിരുദ്ധ കമ്മീഷനാണെന്നും BLOമാർക്ക് മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും മമതാ ബാനർജി ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കസേരയെ താൻ ബഹുമാനിക്കുന്നു, കാരണം ഒരു കസേരയും ആർക്കും സ്ഥിരമല്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണം ഈ മാസം 11-ന്. വിദ്യാർത്ഥികളാണ് ഏത് സമൂഹത്തിന്റെയും ഭാവി. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി ഭദ്രമായാൽ അത് രാജ്യത്തിന്റെ ഭാവി ഭദ്രമാക്കും. ഈ ആലോചനയിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് എന്ന ആശയം രൂപപ്പെട്ടത്. ഈ ആശയത്തിന്റെ പൂർത്തീകരണമാണ് അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ്.
വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവർക്ക് അഭിമാനമുണ്ടാക്കുന്ന വിജയം കരസ്ഥമാക്കുകയും ചെയ്താൽ അത് സമൂഹത്തിന്റെ ഉന്നതിക്ക് വഴിവെക്കും. ഡോക്ടർ രവി പിള്ള, ചെയർമാൻ, RP ഗ്രൂപ്പ് അറിയിച്ചു. ഇ. ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ. കേരളത്തിന്റെ അതിവേഗ റെയിലിൽ വ്യക്തത നൽകാതെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതിയിൽ വ്യക്തത നൽകാതെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മെട്രോമാൻ ഇ. ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് മാത്രമായിരുന്നു പ്രതികരണം. DMRCയെ ചുമതലപ്പെടുത്തിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്രമന്ത്രി തനിക്ക് മുഴുവൻ പവറും നൽകിയിട്ടുണ്ടെന്ന് പൊന്നാനിയിൽ ഓഫീസ് തുറന്ന ഇ. ശ്രീധരന്റെ പ്രതികരണം. കേരളത്തിൽ റെയിലിന് ശേഷം ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ച ഇ. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപനത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് ഉത്തരമില്ല. സംസ്ഥാനത്തെ അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ വ്യക്തത നൽകാത്ത കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇ. ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്ന് മാത്രം പറഞ്ഞ് മറുപടി ചുരുക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.